നമ്മളിപ്പോൾ നോക്കുന്നത് നമ്മുടെ ഫിസിയോളജിയുടെ ഫോർത്ത് സെമ്മിലെ ഫൈനൽ മൊഡ്യൂളിന് ഏറ്റവും ഫൈനലായിട്ടുള്ള പോർഷനാണ്. എനിക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഈ ഒരു മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാം ഈ ഒരു പോർഷനായിട്ട് ന്യൂറോ സൈക്കോളജി ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന പോർഷനായിട്ട് തികച്ചും പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. ഒരു ഡെൻമാർക്കിൻ്റെ എസ് ഒക്കെ ഞാൻ ഇതിന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്തരത്തിൽ വരാൻ പറ്റിയ ഒരു പോർഷനാണ് ന്യൂറോ സൈക്കോളജി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് അത്യാവശ്യം കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 5 മാർക്കിംഗ് ആണെന്നെങ്കിലും 10 മാർക്കിംഗ് ആണെന്നെങ്കിലും ഒക്കെ ചോദിക്കാൻ പറ്റിയ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ന്യൂറോ സൈക്കോളജി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂറോ സൈക്കോളജി ഡിസോർഡേഴ്സ് എന്താണ്? ന്യൂറോ സൈക്കോളജി ഡിസോർഡേഴ്സ് നോക്കാം. നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡാമേജ് കാരണം, ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡാമേജ് കാരണം നമുക്ക് ഉണ്ടാകുന്ന ന്യൂറോളജിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും സൈക്കോ ഫിസിയോളജിക്കലായിട്ടും ബിഹേവിയറലായിട്ടും മെൻ്റലായിട്ടും ഒക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുണ്ടാകുന്ന മീൻസ് ഇത്തരത്തിലൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഡിസോർഡേഴ്സിനെയാണ് എന്ന് പറയുന്നത് ന്യൂറോ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ന്യൂറോ സൈക്കോളജി ഡിസോർഡേഴ്സ് ഉണ്ട്. ലൈക്ക് നമുക്കിപ്പോൾ നോക്കാനുള്ളത് എപ്പിലെപ്സി നോക്കാനുണ്ട്, അതുപോലെ ഹണ്ടിങ് ഡിസോർഡർ നോക്കാനുണ്ട്, പാർക്കിൻസൺസ് ഡിസോർഡർ നോക്കാനുണ്ട്, അൽഷിമേഴ്സ് നോക്കാനുണ്ട്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് നോക്കാനുണ്ട്. അങ്ങനത്തെ കുറച്ച് ഡിസോർഡേഴ്സ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ഇതിൽ ആദ്യത്തെ ഡിസോർഡറാണ് എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ. എപ്പിലെപ്സി നമുക്ക് ഒരിക്കലും അൺകോമൺ ആയിട്ടുള്ള വേർഡൊന്നുമല്ല. സീഷർ എന്ന് പറയും, അത് അപസ്മാരം. അപസ്മാരം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒന്നുകിൽ നമ്മൾ അറിയുന്ന ആർക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഫിലിംസിലൊക്കെ ആയിട്ട് നമ്മുടെ എപ്പോഴെങ്കിലും ഇടയ്ക്കൊക്കെ കാണുന്ന സംഭവമാണ് അപസ്മാരം എന്ന് പറയുന്നത്. സോ ഈ ഒരു എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്, അഥവാ എന്തുകൊണ്ടാണ് എപ്പിലെപ്സി ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് നമുക്കറിയാം ന്യൂറോൺസുകളാണ്. ഈ ഒരു ന്യൂറോൺസിൽ നമുക്ക് ന്യൂറോൺസ് മെസ്സേജസ് എങ്ങനെ പാസ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയിട്ടാണ് മെസ്സേജസ് പാസ് ചെയ്യുന്നത്. ഈ പാസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഈ ഒരു ന്യൂറോണിനെ ഹൈപ്പർ എക്സൈറ്റബിലിറ്റി കാരണം ന്യൂറോൺസ് ഓവറായിട്ട് എക്സൈറ്റ് ആയിട്ട് അവരുടെ ന്യൂറോണൽ ഡിസ്ചാർജ് ഉണ്ടാവും, അഥവാ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉണ്ടാവും. ബ്രെയിനിന് ഓവറായിട്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ബ്രെയിനിൽ വരികയാണ്. ഓക്കെ, ബ്രെയിൻ റീജിയൻസിൽ ഓവറായിട്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വരുന്ന സമയത്ത് ബ്രെയിനിൽ ഒരു ത്രഷോൾഡ് ഉണ്ട്. ആ ഒരു ത്രഷോൾഡിന് പുറത്തേക്ക് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വരുന്ന സമയത്ത്, അഥവാ അനുവദനീയമായതിനേക്കാളും കൂടുതലായിട്ട് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരു കറണ്ട് ബ്രെയിനിൽ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഡിസോർഡർ എന്ന് പറയുന്നത് എപ്പിലെപ്സി ആണ്. സിമ്പിളായിട്ട് ആവശ്യമായിട്ടേക്ക് ബ്രെയിനിൽ ഓവറായിട്ട് ന്യൂറോണൽ ഡിസ്ചാർജ് ഉണ്ടാകുന്ന സമയത്ത്, അഥവാ ഓവറായിട്ട് ന്യൂറോണൽ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഡിസോർഡർ എന്ന് പറയുന്നത് എപ്പിലെപ്സി ആണ്. ഈ എപ്പിലെപ്സി തന്നെ ഒരുപാട് മീൻസ് ഒരു 3 ടൈപ്പ് ഓഫ് എപ്പിലെപ്സി പറയുന്നുണ്ട്. ഗ്രാൻഡ് മാൽ എപ്പിലെപ്സി, പെറ്റിറ്റ് മാൽ എപ്പിലെപ്സി, ഫോക്കൽ എപ്പിലെപ്സി. നമ്മുടെ കാണുമെന്നറിയില്ല, ചെറിയ പോലെ കാണാൻ ഇൻസ്ട്രക്ഷൻ. ഗ്രാൻഡ് മാൽ എപ്പിലെപ്സി, പെറ്റിറ്റ് മാൽ എപ്പിലെപ്സി, ഫോക്കൽ എപ്പിലെപ്സി. ഇത്തരത്തിൽ 3 എപ്പിലെപ്സി നമുക്ക് നോക്കാനാണ്. ഇതൊരു ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എത്രത്തോളം ഏരിയാസിൽ ന്യൂറോണൽ ഡിസ്ചാർജ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള ബേസിസിലാണ്. അതിൽ ആദ്യത്തെ എപ്പിലെപ്സി എങ്ങനെയാണ്? ഗ്രാൻഡ് മാൽ എപ്പിലെപ്സി. ഗ്രാൻഡ് മാൽ എപ്പിലെപ്സി ഇതൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സിൽ, അതുപോലെ ഡീപ്പർ ആയിട്ടുള്ള സെറിബ്രൽ റീജിയൻസിൽ, അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റെമ്മിൽ, ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം വലിയൊരു ഏരിയ ആയാലോ സെറിബ്രൽ കോർട്ടെക്സിൽ വന്ന സെറിബ്രത്തിൽ തന്നെ ഡീപ്പർ ആയിട്ടുള്ള റീജിയൻസിൽ, അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റെമ്മിൽ ഇത്ര ഒരു വലിയ റീജിയൻസിൽ ന്യൂറോണൽ ഡിസ്ചാർജ് ഉണ്ടാകും. ഓക്കെ, ഇത്ര ഒരു വലിയ റീജിയൻസിൽ ന്യൂറോണൽ ഡിസ്ചാർജ് നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന എപ്പിലെപ്സി നമ്മൾ പറയുന്നത് ഗ്രാൻഡ് മാൽ എപ്പിലെപ്സി എന്ന് പറയുന്നത്. ഇതൊരു പൊതുവെ ഒരു 3 തൊട്ട് 4 മിനിറ്റ് വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എപ്പിലെപ്സിയാണ്. ആൻഡ് ഇതിലാണ് ടോണിക് ക്ലോണിക് സീഷർ ഉണ്ടാവുക. ഈ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ടോണിക് ക്ലോണിക് സീഷർ. ഗ്രാൻഡ് മാൽ എപ്പിലെപ്സി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ടോണിക് ക്ലോണിക് സീഷർ എന്നുള്ളത് നമ്മൾ എഴുതിയേക്കാം. ഓക്കെ, ടോണിക് ക്ലോണിക് സീഷർ. ടോണിക് എന്ന് പറഞ്ഞാൽ റിജിഡ് ആവും, ബോഡി റിജിഡ് ആവും, ബോഡി ഭയങ്കര സ്റ്റിഫായിട്ട് റിജിഡ് ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ ക്ലോണിക് എന്ന് പറഞ്ഞാൽ ജെർക്കിംഗ് ആയിട്ടുള്ള മൂവ്മെന്റ്സ്, മീൻസ് ബോഡിനെ ജെർക്കുക, അങ്ങനെ ഷെയ്ക്ക് ആവുന്നത് വിറയ്ക്കുന്നൊക്കെ പറയുന്നത്, അതുപോലത്തെ മൂവ്മെന്റ് ക്ലോണിക് പറയാം. ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സിനെ ആൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മളൊക്കെ അറിയുന്നത് അവസ്ഥകളുടെ കുട്ടികൾ നമുക്ക് കണ്ടിട്ടുണ്ടാവാം, അഥവാ ഫിലിംസിലൊക്കെ കണ്ടിട്ട് ആ സംഭവം എന്താണെന്ന് നമുക്ക് അറിയുന്നുണ്ടാവും. സോ ആ ഒരു കാര്യത്തിന് നമ്മൾ എന്താ പറയുന്നത് ടോണിക് ക്ലോണിക് സീഷർ എന്ന് പറയുന്നത്. ഇതൊരു സിംറ്റം, മെയിൻ സിംറ്റം. ഓക്കെ, ആൻഡ് ഈ ഒരു സമയത്ത് തന്നെ എന്തെങ്കിലും നാവൊക്കെ കഴിച്ചു വയ്ക്കുക, അതുപോലെ ബ്രീത്തിങ്ങിന് പ്രോബ്ലംസ് ഉണ്ടാവും. ഈ ഓവറായിട്ട് ബ്രീത്തിങ്ങിന് പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ, അഥവാ ഓവറായിട്ട് ഒരുപാട് നേരം ശ്വാസം കിട്ടാണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ആകെ ബ്ലൂകളറായി പോകും. സോ അതിനെ നമ്മൾ എന്താ പറയുന്നത് സൈനോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, 4 സിറ്റുവേഷൻ നമ്മൾ എന്താ പറയുന്നത് സൈനോസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു മെയിനായിട്ട് ഈ ഒരു അസുഖം വരുന്നത് ഇതിനൊരു ഇൻഹെറിറ്റൻസിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ലൈക്ക് ഇൻഹെറിറ്റഡ് ആയിട്ട് ഈ അസുഖം വരാറുണ്ട്. ആൻഡ്
100 പേര് എടുക്കുകയാണെങ്കിൽ മീൻസ് ഒരു 100 പേരിൽ ഒരാൾക്ക് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു അസുഖം പൊതുവെ കാണാറ്. വേറെ കാര്യം നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക EEG ഗ്രാഫ് ഗ്രാഫിൽ നമ്മുടെ ഗൺമാൻ എപ്പിലെപ്സി ഉള്ള വ്യക്തിയുടെ EEG ഗ്രാഫ് പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു ഗ്രാഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ് ആയിട്ട് ഹൈ ഫ്രീക്വൻസി ആയിരിക്കും. ഗൺമാൻ എപ്പിലെപ്സിയുടെ EEG ഗ്രാഫ് എന്നാൽ ഹൈ വോൾട്ടേജിലായിരിക്കും ഹൈ ഫ്രീക്വൻസി ആയിരിക്കും കാണിക്കുന്നുണ്ടാവും. നമുക്കറിയാം നല്ല രീതിയിൽ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ ഹൈ വോൾട്ടേജ് തന്നെയാണ് കാണിക്കുക ആൻഡ് ഹൈ ഫ്രീക്വൻസി ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, മറ്റുള്ള കാര്യമാണ് പിന്നെ പറയാനാണ് ബയോലാട്രിക് ഡിസ്ചാർജ് ഉണ്ടാവുന്നത്. കാരണം ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു അപസ്മാരം എടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ആ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് ഷേക്ക് ആവുന്നുണ്ടാവും. മീൻസ് ആള് കാലുടെ താഴെ ആൾ ഷേക്ക് ആവുന്നുണ്ടാവും. അത് എന്തുകൊണ്ടായിരിക്കാം? അയാളുടെ ബോഡിയുടെ 2 സൈഡിൽ ഷേക്ക് ആവുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു എന്താ പറയാ ബ്രെയിനിന്റെ 2 ഹെമിസ്ഫിയർ എന്ന് നമുക്കറിയാം. ഈ ഒരു 2 ഹെമിസ്ഫിയറും ഒരുപോലെ എന്തിൽ എഫക്ട് മീൻസ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഏരിയ മാത്രമല്ല 2 ഏരിയ ഉണ്ടാക്കുന്നുണ്ട്. അഥവാ നമ്മൾ ബൈലാറ്ററൽ സിമെട്രിക് ആണ്. എന്താണ് ബൈലാറ്ററൽ സിമെട്രിക് എന്നുള്ളത്? നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 ഈക്വൽ പോർഷൻ കിട്ടുന്നു. സോ ഇത്തരത്തില് എന്താ പറയാ നമ്മുടെ ബോഡിനെ എല്ലാ ഹെമിസ്ഫിയറിലും എല്ലാ പാർട്സും ഒരുപോലെ എഫക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ചേർക്കാം അഥവാ കംപ്ലീറ്റ് ആയിട്ട് എഫക്റ്റ് ആവുന്നുണ്ട്. ഇതിൽ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പിന്നെ ഇതിന്റെ ഫാക്ടേഴ്സ് ലൈക്ക് ഇതിന് ഇത് എന്തുകൊണ്ട് ഇത് ഉണ്ടാവുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ന്യൂറോണൽ സ്റ്റിമുലൻസിന്റെ എമൗണ്ട് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പോഗ്ലൈസീമിയ ഇൻസുലിൻ കാരണം ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവും. വെച്ചാൽ ഇൻസുലിൻ ഓവറായിട്ട് ഉണ്ടായിട്ട് നമുക്കറിയാം ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോർമോണാണ്. സോ ഈ ഒരു ഇൻസുലിൻ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് ഓവറായിട്ട് കുറയുന്ന സമയത്ത് അങ്ങനത്തെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയാ പെട്ടെന്ന് ഉണ്ടാവുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരാൾ ഇമോഷണൽ ആയിട്ടുള്ള സിംറ്റംസ് വരുന്ന സമയത്ത് അതുപോലെ തന്നെ നല്ലൊരു പനി ഉണ്ടാവുന്ന സമയത്ത് എന്തെങ്കിലും ഡ്രഗിന്റെ എഫക്റ്റ് ആയിട്ടുണ്ടാവാം. അതുപോലെ എന്താ പറയാ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നല്ല ഓവറായിട്ടുള്ള സൗണ്ട് കേൾക്കുന്ന ചിലർക്കൊക്കെ ഉണ്ടാവും. ഭയങ്കര ലൈറ്റ് കിട്ടുന്ന സമയത്ത് ചിലർക്കൊക്കെ ഉണ്ടാവും. സോ ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളും പല സമയങ്ങളും എന്താണ് ഇതിനൊരു സ്റ്റിമുലന്റ് ആയിട്ട് ഇത്തരത്തിലുള്ള വർക്ക് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇതില് ഇത്ര കാര്യങ്ങളൊക്കെ തന്നെയാണ് വേൻമാൻ എപ്പിലെപ്സി പറഞ്ഞാൽ. അടുത്തൊരു ടൈപ്പ് ഓഫ് എപ്പിലെപ്സിയാണ് പെറ്റിമാൻ എപ്പിലെപ്സി. പെറ്റിമാൻ എപ്പിലെപ്സിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് തലാമോകോർട്ടിക്കൽ അഥവാ തലാമോകോർട്ടിക്കൽ റീജിയൻസിൽ അഥവാ തലാമോകോർട്ടിക്കൽ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് കൊണ്ടാണ് എന്താണ് പെറ്റിമാൻ എപ്പിലെപ്സി ഉണ്ടാവുന്നത്. ഈ ഒരു തലാമോകോർട്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു റീജിയനിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഉണ്ട്. അവിടെ ഉണ്ടാവുന്ന വേരിയേഷൻസ് ഉണ്ട്. അവിടെ ഉണ്ടാവുന്ന ന്യൂറോൺസിന്റെ ഓസിലേഷൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളോടൊക്കെയാണ് നമുക്ക് എന്താണ് പെറ്റിമാൻ എപ്പിലെപ്സി കാരണം. പെറ്റിമാൻ എപ്പിലെപ്സിന്റെ പ്രത്യേകത വെച്ചാൽ ഇതൊരു 3 to 30 seconds ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എപ്പിലെപ്സിയാണ്. ഇനി അതൊരു ട്വിച്ചിങ് മൂവ്മെന്റ് ആണ്. ലൈക്ക് അങ്ങനെ തലങ്ങനെ എടുക്കുന്ന അങ്ങനെ എന്താ പറയാ പിച്ചിങ് പറഞ്ഞാൽ ഇങ്ങനെ ആവുന്ന അത്തരത്തിലൊരു മൂവ്മെന്റ് വരുന്നതാണ്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇപ്പൊ ഒരു പെറ്റിമാൻ എപ്പിലെപ്സി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എപ്പോഴും ലൈക്ക് ഒരാൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്ന സാധനമല്ല. ചിലപ്പോ ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ ഈ ഒരു ഇതുണ്ടാവും. ലൈക്ക് അതും 3 to 30 സെക്കൻഡ് നീണ്ടുന്ന സാധനങ്ങളോ അതിന് ട്വിച്ചിങ് മൂവ്മെന്റ് ഉണ്ടാവും. കൈയൊക്കെ ലിങ്ക് ചെയ്യുന്നതൊക്കെ അതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്ന രീതിയില്ല ചെറിയൊരു സംഭവം. പക്ഷെ വളരെ റെയറായിട്ട് ഇത് കോൺസിക്യൂട്ടീവ് ആയിട്ട് ഇത്തരത്തിലുള്ള ട്വിച്ചിങ് മൂവ്മെന്റ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് അത് ഒരാളുടെ ലൈഫിനെ തന്നെ നല്ല രീതിയിൽ ബാധിക്കും. കോൺസിക്യൂട്ടീവ് ആയിട്ട് എപ്പോഴും ട്വിച്ചിങ് മൂവ്മെന്റ്സും ഒരാൾക്ക് ഉണ്ടാകുന്ന സമയത്ത് അത് നല്ല രീതിയിൽ തന്നെ അയാളെ എഫക്ട് ചെയ്യാൻ മാക്സിമം. ആക്ഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സിംറ്റംസിനെ പൊതുവെ നമ്മുടെ ആക്ഷൻ സിൻഡ്രോം എന്ന് പറയാം. കാരണം ഇതിൻ്റെതായിട്ടൊരു പ്രത്യേക ടൈപ്പ് ഓഫ് പാത്വേ ഉണ്ട്. അല്ലെങ്കിൽ ഇതിനൊരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെക്കുന്നത് ഈ ഒരു ആക്ഷൻ സിൻഡ്രോം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഈ ഒരു സാധനം ഉണ്ടാവില്ല. ഒരു പെറ്റിമാൻ എപ്പിലെപ്സി നോക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഈ ഒരു സാധനം ഉണ്ടാവുന്നതല്ല. എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് അതുപോലത്തെ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് വർക്കിംഗ് ഈ ഒരു പെറ്റിമാൻ എപ്പിലെപ്സി. സോ
സോ അതിന്റെ സിംറ്റംസിലൊക്കെ വരുമ്പോഴാണ് എന്ത് ആക്ഷൻ സിൻഡ്രോം. സിംറ്റംസിനെ റെഫർ ചെയ്യുന്നത് ആക്ഷൻ സിൻഡ്രോം ആണ്. അടുത്തത് നമ്മൾ ഇതിനൊരു ഈസി ഗ്രാഫ് നോക്കാം. ഇപ്പൊ നേരത്തെ നമ്മള് ഗ്രാൻഡ്മാൻ എപ്പിലെപ്സിന് ഈസി ഗ്രാഫ് നോക്കിയപ്പോൾ ഹൈ വോൾട്ടേജ് ആയിരുന്നു, ഹൈ ഫ്രീക്വൻസി ആയിരുന്നു. ഇതിന്റെ ഒരു ഈസി ഗ്രാഫിൽ വെച്ചാൽ സ്പൈക്ക് ആൻഡ് നോൺ സ്ട്രെച്ച്. അതുപോലെ സ്പൈക്ക് ഒരു സ്പൈക്ക് ഉണ്ടാവും, പിന്നെ ഒരു ഡോം, പിന്നെ സ്പൈക്ക്, പിന്നെ ഒരു ഡോം, അതുപോലത്തെ ഒരു സ്ട്രക്ചർ ആണ് ഇതിൽ ഉണ്ടാവുക. ഈ പെറ്റിമാർ എപ്പിലെപ്സിന്റെ ഈസി ഗ്രാഫ് നോക്കുന്ന സമയത്താണ്. ആൻഡ് ഈ ഒരു ഇതിനെ വേറെ കാര്യം നോക്കണില്ല. ഇപ്പോൾ നമ്മൾ തളർന്ന കുട്ടികളുടെ റീജിയൻസിൽ എക്സൈറ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ റീജിയൻസിൽ ഉണ്ടാകുന്ന ഓസിലേഷൻസ് കൊണ്ടൊക്കെയാണ് നമുക്ക് ഈ ഒരു ന്യൂറോൺ ഡിസ്ചാർജിന്റെ ഓസിലേഷൻസ് കൊണ്ട് നമുക്ക് ഈ ഒരു പെറ്റിമാർ എപ്പിലെപ്സി ഉണ്ടാകുന്നതാണ്. ഈ തളർന്ന കുട്ടികളുടെ റീജിയൻസിൽ തന്നെ ഇൻഹിബിറ്ററി തലാമിക് റെറ്റിക്കുലർ ന്യൂറോൺസ്. ഇൻഹിബിറ്ററി തലാമിക് റെറ്റിക്കുലർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോൺസ് ആണ്. ഈ ഒരു ഗാമ അമിനോ ബ്യൂട്ടിക് ആസിഡ്, സോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റീജിയനാണ്. സോ ആ ഒരു റീജിയനിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കൊണ്ടായിരിക്കും. അത് ഇൻഹിബിറ്ററി ആയിട്ടുള്ള റീജിയനാണ്, അവിടെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കൊണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്സൈറ്റേറ്റഡ് ആയിട്ടുള്ള ധാരണ കോർട്ടിക്കൽ ധാരണ സീക്വൻസും ഉണ്ടാകുന്ന പ്രോബ്ലംസ് കൊണ്ടായിരിക്കാം. ലൈക്ക് ഇതിലൊരു ഇൻഹിബിറ്ററി ആയിട്ടുള്ള പാട്ടുണ്ട്, എക്സൈറ്റേറ്റഡ് ആയിട്ടുള്ള പാട്ടുണ്ട്. അതൊക്കെ വരുന്നത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട ആവശ്യം എന്ന് വെച്ചാൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ജസ്റ്റ് മേ ബി ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ എഴുതാൻ ആവശ്യമില്ല. ഓക്കെ. ആൻഡ് ഇതിന് വേറെ കാര്യം പറയുമ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ചൈൽഡ്ഹുഡിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഈ സാധനം നിൽക്കുന്നത് പോലെയാണ്. ചൈൽഡ്ഹുഡ് തുടങ്ങിയിട്ട് 30 വയസ്സ് വരെയൊക്കെ ഈ ഒരു ഡിസോർഡർ ഉണ്ടാവും, പെറ്റിമാർ എപ്പിലെപ്സി കാണിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പെറ്റിമാർ എപ്പിലെപ്സി പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കുറച്ച് പറഞ്ഞിട്ട് തോന്നുന്നത്. അടുത്ത എപ്പിലെപ്സിയാണ് ഫോക്കൽ എപ്പിലെപ്സി. അപ്പോൾ ഫോക്കൽ എപ്പിലെപ്സി അത് നമ്മൾ നോക്കുന്നത് പേരിൽ തന്നെയാണ് ഫോക്കൽ എപ്പിലെപ്സി. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റീജിയൻസിലുണ്ട്, ഒരു പ്രത്യേക ഫോക്കൽ പോയിന്റ് ആണ് സാധനം കേട്ടോ, അല്ലെങ്കിൽ പ്രത്യേക റീജിയൻസിലായിരിക്കും, അല്ലെങ്കിൽ പ്രത്യേക പൊസിഷനിലായിരിക്കും എന്തുണ്ടാവുന്നത് ഫോക്കൽ എപ്പിലെപ്സി ഉണ്ടാവും. എന്തുകൊണ്ട് ഫോക്കൽ എപ്പിലെപ്സി ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ റീജിയൻസ്, ഏതെങ്കിലും പ്രത്യേക റീജിയൻസിലൊക്കെ എന്തെങ്കിലും ലീഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാർസോ എന്തെങ്കിലും മെമ്മറികളോ എന്തെങ്കിലും ഡാമേജസോ അങ്ങനെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അവിടുത്തെ സെൽസ് ഡാമേജ് ആയിക്കോട്ടെ, ഡിഫറെന്റ് ആയിക്കോട്ടെ. സോ ഈ ഒരു ഡെഡ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലീഷൻസ് ഒക്കെ ഉള്ള ഒരു ഭാഗം ഉണ്ടാവും. ആ ഭാഗം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിന് ചുറ്റുമുള്ള ലോക്കലായിട്ടുള്ള ന്യൂറോൺസ് ഉണ്ടാവും, സാധാരണ ന്യൂറോൺസ് ഉണ്ടാവും. ഈ ന്യൂറോൺസിനൊക്കെ ഓവർ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യും. ഓവറായിട്ട് ഡിസ്ചാർജ്, ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ പ്രൊമോട്ട് ചെയ്യും. അപ്പൊ എന്താ ഉണ്ടാവുക, ആ ഒരു റീജിയനിൽ അല്ലെങ്കിൽ അതിനോട് ക്ലോസ് ആയിട്ട് എടുക്കുന്ന റീജിയൻസിൽ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഉണ്ടാവും. ഈ ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഇങ്ങനെ റിവേർബറേറ്റിംഗ് ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിങ്ങനെ ചെറിയ കുറച്ച് സ്പ്രെഡ് ചെയ്യും. അങ്ങനെ ആ ഒരു രീതിയിൽ ഉണ്ടാവുന്ന എപ്പിലെപ്സിനെ നമ്മൾ എന്താ പറയുന്നത് ഫോക്കൽ എപ്പിലെപ്സി എന്ന് പറയുന്നത്. ഇതില് വരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ജാക്സോണിയൻ സീഷർ. ജാക്സോണിയൻ എപ്പിലെപ്സി അല്ലെങ്കിൽ ജാക്സോണിയൻ സീഷർ എന്ന് പറഞ്ഞാൽ ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഒരു പ്രത്യേക ഫോക്കൽ പോയിന്റിൽ ഒരു ലീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ജാക്സോണിയൻ എപ്പിലെപ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്രെയിനിന്റെ കോർട്ടെക്സിൽ മോട്ടോർ കോർട്ടെക്സിലേക്ക് ഈ ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് എത്തുന്ന സമയത്ത്, അപ്പോൾ ഏതൊരു റീജിയനിൽ പ്രത്യേക റീജിയനിൽ ഒരു ലീഷൻ ഉണ്ടായി, ആ ലീഷനെ ക്ലോസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഡിസ്ചാർജസ് ബ്രെയിനിന്റെ മോട്ടോർ കോർട്ടെക്സിൽ എത്തുന്ന സമയത്ത് നമ്മുടെ മൗത്ത് വിട്ടിട്ട് കാല് വരെ എന്ത് ചെയ്യണം, മസിൽ കൺട്രാക്ഷൻ ചെയ്യാം. മസിൽ കൺട്രാക്ഷൻ ഉണ്ടാവാം. ആ ഒരു സംഭവത്തിന് നമ്മളെന്ന് പറയുന്നത് ജാക്സോണിയൻ എപ്പിലെപ്സി ആണ്. മൗത്ത് വിട്ടിട്ട് കാല് വരെ മസിൽസ് കൺട്രാക്ട് ചെയ്യാം. അത്തരത്തിലുള്ള ആ സിറ്റുവേഷൻ നമ്മൾ എന്താ പറയുന്നത് ജാക്സോണിയൻ എപ്പിലെപ്സി എന്ന് പറയുന്നത്. അതിന്റെ അടുത്തൊരു എക്സാമ്പിൾ ആണ് സൈക്കോമോട്ടോർ സീഷൻ. സൈക്കോമോട്ടോർ സീഷൻ എന്നുള്ള ഫോക്കൽ എപ്പിലെപ്സിന്റെ എക്സാമ്പിൾ ആണ്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചാൽ സൈക്കോമോട്ടോർ സീഷനുള്ള വ്യക്തിക്ക് അംനീഷ്യ ഉണ്ടാവും. അതുപോലെ തന്നെ ഭയങ്കര ഓവറായിട്ടുള്ള റേജ് ആയിട്ടുള്ള ഓവർ ആങ്കർ ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, ആൻസൈറ്റി, ഡിസ്കംഫർട്ട്, ഫിയർ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഫോക്കൽ എപ്പിലെപ്സിയിലും പറയാനുള്ളത്. ഇത് വളരെ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഒരു കാര്യം വെച്ചാൽ തന്നെ അത്യാവശ്യം കുറേ എഴുതാനുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിലെപ്സി കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കിയിരിക്കും. അപ്പോൾ ഇനി നമുക്കൊരു
3 ഡിസോർഡർ ഉണ്ട്. അത് ഒരുമിച്ച് നോക്കണം. അത്ര ലൈക്ക് ഒരുമിച്ച് നോക്കാനല്ല, കമ്പയർ പഠിക്കാൻ വേണ്ടി സാധനം. ലൈക്ക് നമുക്ക് ഏകദേശം ഒന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടെ റിലേഷൻ പരസ്പരം ചെറിയൊരു ബന്ധമൊക്കെ ഉള്ള ഡിസോർഡേഴ്സ്. അതിൽ ആദ്യത്തെ ഡിസോർഡറാണ് പാർക്കിൻസൺ ഡിസീസ്. അപ്പോൾ പാർക്കിൻസൺ ഡിസീസ് ആ ഒരു ഡിസീസ് നമുക്കറിയാം. ബോക്സിംഗ് ലെജൻഡ് ആയിട്ടുള്ള മുഹമ്മദിലേക്ക് ഉണ്ടല്ലോ, മുപ്പതൊക്കെ ഉണ്ടായിരുന്ന ഡിസോർഡറാണ് പാർക്കിൻസൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ. അതിലുണ്ടാകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഈ സബ്സ്റ്റാൻഷ്യൻ ഉണ്ടല്ലോ, ബ്രെയിനിലുള്ള സബ്സ്റ്റാൻഷ്യൻ കീഴിൽ എന്താ പറയുക, ഈ ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഉണ്ട്. ഈ ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഡെത്ത് ആയി പോകും. ഓക്കെ, അതിന് ഡെത്ത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഡിസോർഡറാണ് എന്താ പറയുന്നത് പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ നിന്നാണ് അതിൻ്റെ ഡെത്ത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത് കോർഡിയൽ റിപ്ലേസ്മെന്റ് കിട്ടാണ്. ഈ കോർഡിയൽ റിപ്ലേസ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഒരു മൂവ്മെന്റ്, അതുപോലെ ലോക്കോമോഷനെ കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ മോട്ടോർ മൂവ്മെന്റ്സിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു റീജിയനാണ്. നമ്മുടെ ഒരു ഫോർ ബ്രെയിനിന്റെ ഏറ്റവും ബേസൽ റീജിയനിലൊക്കെ വരുന്ന റീജിയനാണ്. സോ ഇവർക്ക് എന്ത് വേണം, ഡോപ്പമൈൻ വേണം. അതിൻ്റെ ഓവർ എക്സൈറ്റേഷൻ ഇല്ലാണ്ട് ഒരു ഒപ്റ്റിമൽ ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഓക്കെ, നമ്മുടെ മോട്ടോർ ഫംഗ്ഷനിങ് ഒക്കെ ഒരു ഒപ്റ്റിമൽ ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡോപ്പമൈൻ ആവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതെന്താണ് ഡോപ്പമൈൻ സെക്രീറ്റ് ചെയ്ത സെൽസ് എത്താകുമ്പോൾ എന്താ ഈ കോട്ടയിലും കിട്ടാൻ വേണ്ടി എന്ത് കിട്ടില്ല, ഡോപ്പമൈൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഓവറായിട്ട് എക്സൈറ്റ് ചെയ്യും. ഓക്കെ, അവർ ഓവറായിട്ട് എക്സൈറ്റ് ചെയ്ത് പോകാൻ ചെയ്യുന്നത്. അപ്പോൾ അവർ ഓവറായിട്ട് എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോക്കോമോഷൻ, നമ്മുടെ എന്താ പറയുക മോട്ടോർ ഫംഗ്ഷനിങ്ങിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് ലൈക്ക് എന്തെങ്കിലും ഒന്നെങ്കിൽ എന്താ പറയുക നമ്മുടെ മസിൽ ഭയങ്കര റിജിഡാവും. അതുപോലെ ട്രിമേഴ്സ് മീൻസ് മസിൽ റിജിഡായി പോവുക. ട്രിമേഴ്സ് നമ്മുടെ വിറക്കിലുണ്ട്. അതുപോലെ അങ്ങനത്തെ ഉണ്ടാവും. പിന്നെ അക്നീഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മോട്ടോർ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യുന്നതിലല്ല ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. ഓക്കെ, അത്തരത്തിൽ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും എന്ത് കാരണം നമുക്ക് ഉണ്ടാവുന്നുണ്ട്, പാർക്കിൻസൺസ് കാരണം നമുക്ക് ഉണ്ടാവുന്നത്. ഈ ഒരു സംഭവം എന്താ പറയുക ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുമ്പോൾ ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് പോലും അത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നോ നമുക്കാണ് പറയാൻ പറ്റില്ല. അതായത് ട്രീറ്റ് ചെയ്തതിൽ തന്നെ ഇപ്പോൾ LOPs ട്രീറ്റ് ചെയ്യാറുണ്ട്. LOPs എന്ന് പറഞ്ഞാൽ അത് ബ്രെയിനിൽ പോയിട്ട് ഒരു ഡോപ്പമൈൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വർക്ക് ചെയ്യും. ചില ഡോപ്പമൈൻ ഇല്ലാത്ത സിറ്റുവേഷനിൽ ഡോപ്പമൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വർക്ക് ചെയ്യും. യൂസ് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞാൽ ഇപ്പോൾ ഈ ന്യൂറോൺസ് ഡെത്ത് ആവുന്നുണ്ടോ, അതോ ഈ ഡോപ്പമൈൻ സെക്രീറ്റ് ചെയ്യുന്ന സെൽസ് ഡെത്ത് ആവുന്നുണ്ടോ, ആ സെൽസിന്റെ ഡെത്തിനെ കുറയ്ക്കും. അത് തന്നെ അതിന്റെ ഡെത്ത് ആവുന്നതിനെ കുറയ്ക്കും. പിന്നെ ചെയ്യുന്നത് ഈ ഡോപ്പമൈൻ ഈ നമ്മുടെ ഫീറ്റ്, നമ്മുടെ ഇപ്പോൾ ഫീറ്റിലിപ്പോ അബോർഷനൊക്കെ സംഭവിച്ച ചെറിയ കുട്ടികളാണ്, കുഞ്ഞു കുട്ടികളാണ്. അബോർഷൻ സംഭവിച്ചപ്പോൾ അവർ ഓൾറെഡി ഡെഡ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഡോപ്പമൈൻ സെൽസും കാര്യങ്ങളൊക്കെ ഈ എന്താ പറയുക കോടയിൽ കിട്ടാൻ വേണ്ടിയൊക്കെ അവരെ ഡിസൈഡ് ചെയ്യും. അത്തരത്തിൽ അപ്പം ആ ഡോപ്പമൈൻ സെൽസ് ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതിന്റെ ഡോപ്പമൈൻ റിയാക്ഷൻസിനെ അവരെ കവർ ചെയ്യാൻ വേണ്ടി തുടങ്ങും. പക്ഷെ അതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇതൊരു 3 to 4 months ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡോപ്പമൈൻ സെൽസും ഡെത്ത് ആയി പോകും. ഒരിക്കലും ഒരു പെർമനന്റ് ഒരു സൊല്യൂഷൻ ഒന്നുമല്ല. പിന്നെ സർജിക്കൽ മെത്തേഡ്സും കാര്യങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അത് നോക്കുന്നുണ്ടെങ്കിലും അത് നമുക്കൊരു അത്ര ഒരു യൂസ്ഫുൾ അല്ലെങ്കിൽ അത്ര പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ഡിസോർഡറാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. ഈ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് നേരത്തെ ഡോപ്പമൈൻ സെൽസിന്റെ ഡെത്ത് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ വെച്ചാൽ ഡീമൈലിനേറ്റ് ചെയ്യണം. അഥവാ നമ്മുടെ ന്യൂറോൺസിന് ചുറ്റും മൈലിൻ ഷീറ്റ് ഉണ്ടല്ലോ നമുക്കറിയാം. ഈ ഒരു മൈലിൻ ഷീറ്റ് ഡെത്ത് ആണ്. മൈലിൻ ഷീറ്റ് ഇല്ലാണ്ടാവുന്ന സിറ്റുവേഷൻ ആണ് ഡീമൈലിനേറ്റ് സിറ്റുവേഷൻ പറയാം. അത് എന്തുകൊണ്ടൊക്കെ ആവുന്നുണ്ടാവാം. ഒന്നുകിൽ നമുക്കറിയാം മൈലിൻ ഷീറ്റ് ഉണ്ടാകുന്ന ഷോൺ സെൽസ് ആണ്. ഈ ഷോൺ സെൽസ് ഡെത്ത് ആയി പോകുന്നതായിരിക്കാം. അതല്ലാണ്ട് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഡിസ്ഫങ്ഷൻ കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് നല്ലൊരു സംഭവിച്ചിട്ട് നമ്മുടെ ബോഡിയിലുള്ള മൈലിൻ ഷീറ്റ് ഡെത്ത് ആയി പോകുന്നതായിരിക്കാം. ഈ ഒരു മൈലിൻ ഷീറ്റ് നമുക്ക് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് വളരെ വലുതാണ്. ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നോക്കുക തന്നെ ഫിസിക്കൽ പ്രോബ്ലംസ്, അതുപോലെ മെന്റൽ ആയിട്ടുള്ള ഇഷ്യൂസ്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഡബിൾ വിഷൻ. ഡബിൾ വിഷൻ ഒരു കാര്യം രണ്ടായിട്ട് കാണാം. ഒരു കണ്ണ് ഒരു ഐയിൽ മാത്രം വിഷൻ ഉണ്ടാവും, ഒരു കാര്യം ഐ ബ്ലൈൻഡ് ആയിട്ട് പോവാം. കോർഡിനേഷൻസിൽ പ്രോബ്ലംസ് വരിക, അതുപോലെ മസിൽസ് ഭയങ്കര വീക്കായിട്ട് പോവാം. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2 ഫോംസിലുണ്ട്. ഓക്കെ, എന്ത്
മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് 2 ഫോംസിൽ ഉണ്ടാവാറുണ്ട്. ഒന്ന് റിലാക്സിങ് ഫോം, പിന്നെ പ്രോഗ്രസീവ് ഫോം. റിലാക്സിങ് ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഒരു സിംറ്റം വരികയാണ്. ഇപ്പോൾ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ എല്ലാ സിംറ്റം കൂടി അയാൾക്ക് ഒറ്റയടിക്കുന്ന പൊന്തിട്ട് വരാറില്ല. അയാൾക്ക് ആദ്യം സിംറ്റം ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മീൻസ് ആ സിംറ്റം കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ്, ഓക്കെ, ഒരു അത്യാവശ്യം കുറേ ഗ്യാപ്പ്, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വേറെ സിംറ്റം കൂടി വരും, അത് കഴിഞ്ഞിട്ട് കുറേ ദിവസം ഗ്യാപ്പ്, അതുകൊണ്ട് പിന്നെയും പെട്ടെന്ന് സിംറ്റം കൂടി വരും. അത്തരത്തിലുള്ള ഫോമാണ് റിലാക്സിങ് ഫോം എന്നുള്ളത്. എന്ന് വെച്ചാൽ ആദ്യം സിംറ്റം ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഐസൊലേറ്റഡ് ഒരു അറ്റാക്ക് ഉണ്ടാവും, സിംറ്റം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും സഡൻ ആയിട്ടുള്ള ഐസൊലേറ്റഡ് അറ്റാക്ക് വരും, അപ്പോൾ വേറെ സിംറ്റം ഉണ്ടാവും. ആ രീതിയിൽ അത് അത്തരത്തിലുള്ള ഇതിന് നമ്മൾ പറയുന്നത് റിലാക്സിങ് ഫോം എന്ന് പറയുന്നത്. അടുത്താണ് പ്രോഗ്രസീവ് ഫോം. പ്രോഗ്രസീവ് ഫോം എന്ന് പറഞ്ഞാൽ സിംറ്റംസ് ഒക്കെ ആദ്യം തന്നെ ഉണ്ടാവും, അത് അത്രത്തോളം പ്രോമിനന്റ് അല്ലെങ്കിൽ അത്രത്തോളം സിവിയർ ഒന്നുമല്ല, അതെല്ലാം മെല്ലെ മെല്ലെ ഇതിൻ്റെ ഒരു പ്രോഗ്രസീവിനനുസരിച്ചിട്ട് മെല്ലെ മെല്ലെ കൂടി 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 വരുന്ന സിറ്റുവേഷൻ ആണ് പ്രോഗ്രസീവ് ഫോം എന്ന് പറയുന്നത്. പിന്നെ വേറെ ഇതിൻ്റെ ഒരു സാഡ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവത്തിന് ക്യൂറില്ല. ഇത് നമുക്ക് മാറ്റാൻ പറ്റിയൊരു സാധനമല്ല. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് സാധനം മാറ്റാനോ അങ്ങനെ നമുക്ക് പറ്റില്ല. ഇതിൻ്റെ ഒരു സിവിയറിറ്റി കൊടുക്കുക, അതുപോലെ തന്നെ പിന്നെ നമ്മൾ സഡൻ ആയിട്ട് അറ്റാക്സ് വരലാണ് സിംറ്റംസിന്റെ. സോ അത്തരത്തിലുള്ള അറ്റാക്സും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിലൊക്കെ ചെറിയ കുഴക്കലും കാര്യങ്ങളൊക്കെ വരുത്തുന്നതല്ലാണ്ട് വലിയ അങ്ങനെ ക്യൂറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഡിസോർഡറാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ഡിസോർഡറാണ്, ഫൈനലായിട്ടുള്ളതല്ല, അൽഷിമേഴ്സ് എന്ന് പറയും. അതിന് മുമ്പുള്ളതാണ് ഹണ്ടിങ്ടൺ ഡിസോർഡർ. ഹണ്ടിങ്ടൺ ഡിസോർഡർ എന്നാൽ അത് മീൻസ് അത് ഡെവലപ്പ് ചെയ്ത് അഥവാ ആ സംഭവത്തിൽ ഫർദർ ഡീറ്റെയിൽസ് നല്ല കണ്ടുപിടിച്ച വ്യക്തിയാണ് ജോർജ് ഹണ്ടിങ്ടൺ എന്ന് പറയുന്നത്. മൂപ്പര് 1872 മൂപ്പര് അത്യാവശ്യം ഒരുപാട് ഡീറ്റെയിൽസ് നല്ല കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെയാണ് മൂപ്പരുടെ നെയിമാണ് അത് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ആദ്യം കണ്ടുപിടിച്ചത് 1841 ഓസ്കാർ ചാൾസ് ഓസ്കാർ എന്നുള്ള വ്യക്തി 1841 സാധനം കണ്ടുപിടിച്ചു. അതിന്റെ ഫർദർ ഡെവലപ്മെന്റ്സ് ധാരാളം കണ്ടുപിടിക്കുന്നത് ജോർജ് ഹണ്ടിങ്ടൺ ആണ്. മൂപ്പരാണ് 1872 അതിന്റെ ഫർദറായിട്ടുള്ള ഡീറ്റെയിൽസ് നല്ല കണ്ടുപിടിച്ചു. സോ അതിന് മൂപ്പരുടെ നെയിമിംഗ് എന്നാണ് ഡിസോർഡർ കൊടുത്തിട്ടുള്ളത്, ഹണ്ടിങ്ടൺ ഡിസോർഡർ എന്ന് തന്നെ പറയുന്നത്. 1993 അതിന്റെ ഒരു ജനറ്റിക്കൽ ഇമ്പോർട്ടൻസും കണ്ടുപിടിക്കുന്നത്. കാരണം ഈ സംഭവം ഉണ്ടാവും ജനറ്റിക്കലി ട്രാൻസ്ഫർ ആവുന്നത്, അഥവാ നല്ലൊരു ഇൻഹെറിറ്റൻസിന് നല്ല വളരെ വലിയ സ്കോപ്പ് ഉള്ളത് എന്താ പറയാ ഡിസോർഡറാണ്. ഈ ഒരു ഡിസോർഡറിന്റെ പ്രത്യേകത വെച്ചാൽ ബ്രെയിൻ സെൽസ് ഡെത്ത് ആയി പോകും, ന്യൂറോൺസ് ഡെത്ത് ആയി പോകുന്ന സിറ്റുവേഷൻ ആണ് ഈ ഡിസോർഡർ. അത്യാവശ്യം നല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 30 വയസ്സിന് ശേഷം ഒരു 30-50 ഇടയിലാണ് പൊതുവെ സാധനം പൊന്തി വരിക. ആ സമയത്താണ് സാധനം ഉണ്ടാവുന്നുണ്ട്. ഇതിനൊരു സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഏർലി മീൻസ് ആദ്യത്തെ കാലഘട്ടത്തിലുള്ള സിംറ്റംസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക മൂഡിലും നമ്മുടെ മെന്റലായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ചെറിയ പ്രോബ്ലംസ് വരും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക സ്പീച്ചിൽ ചെറിയ പ്രോബ്ലംസ് വരും, കോർഡിനേഷൻസിൽ കുറേ പ്രോബ്ലംസ് വരും. ആൻഡ് ഏറ്റവും കുറച്ച് ലേറ്റ് ആയിട്ടുള്ള നോക്കാനുള്ള അമ്നേഷ്യ നമുക്ക് വരും, അറിവ് നല്ല രീതിയിൽ വരും. പിന്നെ ഡിമെൻഷ്യ ഉണ്ടാവും. ആൻഡ് സ്പീച്ചസ് കംപ്ലീറ്റ് ആയിട്ട് ലോസ് ആയി പോകുന്ന സിറ്റുവേഷൻ വരും. കോർഡിനേറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. സോ അത്തരത്തിൽ അത്യാവശ്യം നല്ലൊരു സീനായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഡിസോർഡറാണ് പറയുന്നത് ഹണ്ടിങ്ടൺ ഡിസോർഡർ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിനും പ്രത്യേകിച്ച് ക്യൂറും കാര്യങ്ങളൊന്നുമില്ല, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ട്രീറ്റ്മെന്റും തന്നെ വളരെ കുറവാണ്. ഈ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് അതിൻ്റെ ശേഷം കുറച്ച് കാലം ജീവിക്കുള്ളൂ, ഒരുപാട് വർഷം പിന്നെ നമുക്ക് ലൈഫില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖം ഉണ്ടായിട്ട് 15 to 20 years ആണ് ജീവിക്കുള്ളൂ അസുഖം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖത്തിൽ ഉണ്ടായതിനു ശേഷം ആൾക്കാർ കൂടുതൽ സൂയിസൈഡ് ചെയ്യാൻ ചെയ്യാം. കൂടുതലായിട്ട് ആൾക്കാർ ഇങ്ങനത്തെ അസുഖം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് മെന്റലി ഒരുപാട് ഡിസ്ട്രെസ് ആയിട്ട് സൂയിസൈഡും കാര്യങ്ങളൊക്കെ ഇവരിൽ നല്ല കൂടുതലാണ്. 9% മെന്റലി ഡിസോർഡർ ബാധിച്ചുള്ള ഡെത്ത് എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ആണെന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു സംഭവം നമുക്ക് ജനറ്റിക്കലി കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ജനറ്റിക്കൽ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നേരത്തെ തന്നെ ഇങ്ങനത്തെ അസുഖം ഉണ്ട്, ഇങ്ങനത്തെ അസുഖം അയാളുണ്ട് നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അത് എത്തിക്കലി എത്രത്തോളം റേറ്റ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ 10 വർഷം മുമ്പ് തന്നെ
ഒരു ക്യാൻസർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ 10 വർഷം മുമ്പേ പ്രെഡിക്റ്റ് ചെയ്ത് ഉറപ്പിച്ച് പറഞ്ഞു എന്നെ ക്യാൻസർ ഉണ്ടാവും. അതായത് ഈ ക്യാൻസർ ഉണ്ടാകുന്ന 10 വർഷം എന്താ പറയാ അത്രയും ഡിസ്ട്രസ്, അത്രയും ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ അത്രയും സങ്കടപ്പെട്ട് ജീവിക്കേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും മുമ്പ് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് അങ്ങനെ എത്തിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂസ് എന്നാണ്. ആൻഡ് ഇത് ജനറ്റിക്കൽ ഡിസോർഡറാണ്. എന്താ പറയുക ഓട്ടോസോമൽ ഡോമിനന്റ് റേറ്റ് ജനറ്റിക്കൽ ഡിസോർഡറാണ്. ആണുങ്ങൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ വരാൻ സാധ്യതയുണ്ട്. ആൻഡ് ഒരു അൺഡിഗ്നൈഡ് ഡിസോർഡറുടെ പേരന്റ് ഉണ്ടെങ്കിൽ അത് മക്കൾക്ക് ട്രാൻസ്ഫോം ആവാൻ വേണ്ടിയിട്ട് 80% സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. അത്രയും ഒരു ഇൻഹെറിറ്റൻസിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് അല്ല, അത്രയും പ്രിവലൻസ് ഉള്ള ഒരു അസുഖമാണ് എന്ന് പറയുന്നത് അൺഡിഗ്നൈഡ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത്ര കാര്യങ്ങളാണ് എനിക്കൊരു 3 ഡിസോർഡേഴ്സിലും പറയുന്നത്. സോ ഇത് മനസ്സിലായെന്ന് ധരിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും ഫൈനൽ പോർഷനായിട്ട് അൽഷിമേഴ്സ് ആണ്.